കർഷകരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് DMK. തമിഴ്നാട്ടിൽ കോൺഗ്രസ് നേതാക്കളെ നടുറോട്ടിലിട്ട് തല്ലി DMK പ്രവർത്തകർ. ദ്രോഹികളായ കോൺഗ്രസുകാർ ഒഴിഞ്ഞു പോകണമെന്ന് മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധങ്ങൾ ഇപ്പോൾ ശക്തമായി തുടരുന്നത്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് കൊടിതോരണങ്ങളും DMK പ്രവർത്തകർ നടുറോട്ടിലിട്ട് കത്തിച്ചു. DMK പിന്തുണയിൽ മാത്രം 5 സീറ്റുകൾ നേടിയ കോൺഗ്രസ് DMKയെ ചതിച്ച് വിജയുടെ TVKയ്ക്കൊപ്പം പോയതിലാണ് ഈ വമ്പൻ പ്രതിഷേധം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഒരു കാര്യം വ്യക്തമാണ്, അതോടൊപ്പം തന്നെ സ്റ്റാലിൻ ഈസ് മൈ ബ്രദർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനുണ്ടല്ലോ, രാഹുലിന്റെ പാർട്ടി ഇതാ സ്റ്റാലിനെ വഞ്ചിച്ചു പോകുന്നു. അതിശക്തമായ പ്രതിഷേധം, നടുറോട്ടിലിട്ട് അടിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എത്രത്തോളം ശക്തമാണ് പ്രതിഷേധം? ശ്യാമ, നമുക്കറിയാം ഈ തമിഴ്നാട്ടിൽ വിജയുടെ TVK വലിയ വിജയം നേടിയപ്പോൾ ആദ്യം തന്നെ അതിനെതിരെ വിജയെ അഭിനന്ദിച്ചൊക്കെ രംഗത്തെത്തിയത് ഈ രാഹുലാണ്. രാഹുൽ രംഗത്തെത്തിയെന്ന് മാത്രമല്ല, കോൺഗ്രസ് ആണെങ്കിൽ പിന്നീട് ഈ DMK പതിറ്റാണ്ടുകളായിട്ട് ഈ കൃത്യമായിട്ട് രാഹുലിനും കോൺഗ്രസിനും ഒക്കെ പിന്തുണ നൽകുന്ന ഒരു കേന്ദ്രത്തിലാണെങ്കിൽ കൃത്യമായ പിന്തുണ നൽകുന്ന ആളുകളാണ് DMK. മാത്രമല്ല, തമിഴ്നാട്ടിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരിടത്തും ജയിക്കാനുള്ള കഴിവില്ല. പക്ഷേ അപ്പോഴും അവർക്ക് എപ്പോഴും ഒരു തണലായി നിന്നിട്ടുള്ളത് DMK ആണ്. ആ DMK ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ തൽക്ഷണം വഞ്ചിച്ചുകൊണ്ടാണ് TVK പാളയത്തിലേക്ക് കോൺഗ്രസ് പോയത്. ഏതായാലും കോൺഗ്രസ് അങ്ങനെ ഒരു പിന്നിൽ നിന്ന് കുത്തുന്ന, നമുക്ക് ഈ ബാഹുബലി സിനിമയിലൊക്കെ പറയുകയാണെങ്കിൽ കട്ടപ്പ ചെയ്ത പോലുള്ള ഒരു പരിപാടി ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിൻ്റെ കൊടിതോരണങ്ങളും മറ്റുമൊക്കെ വലിച്ചിട്ട് കത്തിക്കുകയാണ് നടുറോട്ടിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് നേതാവിനെ തന്നെ നടുറോട്ടിലിട്ട് തല്ലുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊടി കത്തിക്കുന്നു, അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഒഴിക, ദ്രോഹികൾ ഒഴിക എന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളികളുമായിട്ടും മറ്റുമൊക്കെ DMK പ്രവർത്തകർ തമിഴ്നാട്ടിലെ തെരുവീതികളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോൺഗ്രസിനെതിരെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ CPM-ഉം CPI-യും കൂടെ വിജയ്ക്ക് പിന്തുണ നൽകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM-ഉം CPI-യും ഒക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം, തങ്ങൾ സ്റ്റാലിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റാലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ഒരിക്കൽ പറയാമെങ്കിൽ പോലും അവിടെ നേരത്തെ ഷാമു പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് അപ്പോഴും ഉണ്ട ചോറിന് നന്ദി കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയണം. കാരണം കൃത്യമായിട്ട് തങ്ങൾക്ക് കാലങ്ങളായിട്ട് തങ്ങൾ DMK-യുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ DMK-യെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു നിലപാടിലേക്ക് ഞങ്ങൾ പോവില്ല, TVK-ക്കൊപ്പം പോവില്ല എന്നുള്ളൊരു നിലപാട് അവർ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതേസമയം തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം CPI-യും ഒന്നും അത്തരത്തിൽ ഉണ്ടചോറിന് നന്ദി കാണിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് DMK ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ കോൺഗ്രസിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. കാരണം അത്തരത്തിൽ മറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ, ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ഈ 5 സീറ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസിന് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. DMK പിന്തുണയിൽ മാത്രം DMK പ്രവർത്തകരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് 5 കോൺഗ്രസ് ജയിച്ചത്. പക്ഷേ അവരെ പൂർണ്ണമായും വഞ്ചിച്ചുകൊണ്ടാണ് ഇപ്പോൾ TVK പാളയത്തിലേക്ക് കോൺഗ്രസ് പോയത്. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. കോൺഗ്രസിൻ്റെ കൊടിതോരണങ്ങളൊക്കെ നടുറോട്ടിലെത്ത് കത്തിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ നടുറോട്ടിൽ കയ്യേറ്റം ചെയ്യുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ. ഇന്ത്യ സഖ്യം പരസ്പരം ചേരി തിരിഞ്ഞ് പൊതിരടിയാണ്. ആ പ്രതിഷേധം ഇതാ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഖിലേഷ് യാദവ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുകയാണോ ദേശീയ രാഷ്ട്രീയത്തിലെന്ന് വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്.